ഗൈസ്, നമ്മളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ LeetCode 217 കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇൻപുട്ട് തന്നേക്കുന്ന ഒരു അറയ്ക്കകത്ത് അതേ എലമെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കും. ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കും, അല്ലെങ്കിൽ ഫാൾസ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 2 3 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 2 3 1 രണ്ട് വട്ടം വരുന്നുണ്ട്, 1 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം റിട്ടേൺ ട്രൂ കൊടുക്കുക. നെക്സ്റ്റ് 1 2 3 4 ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വരുന്നില്ല, അപ്പം ഫാൾസ് കൊടുക്കുക. നെക്സ്റ്റ് ഇൻപുട്ട് 1 1 1 3 3 4 4 എല്ലാ എലമെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, റിട്ടേൺ ട്രൂ കൊടുക്കുക. നമ്മൾ തന്നേക്കുന്ന ഇൻപുട്ടിനകത്ത് ഒരേ എലമെൻറ്റ് പിന്നെയും വരുന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കുക, വരുന്നില്ലെങ്കിൽ ഫാൾസ് കൊടുക്കുക. ഇത്രയുള്ളൊരു ക്വസ്റ്റ്യൻ, വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ട് ഫോഴ്സ് വെച്ച് ചെയ്ത് നോക്കിയാൽ, ബ്രൂട്ട് ഫോഴ്സ് വെച്ചാണെങ്കിൽ നമ്മൾ അറേ ഓരോ എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് കൊടുക്കും. 1 2 3 1. അപ്പോൾ ഈ 1 കമ്പയർ ചെയ്യും, 2 ആയിട്ട് കമ്പയർ ചെയ്യും, സെയിം അല്ല. പിന്നെ 1 തന്നെ 3 കമ്പയർ ചെയ്യും, സെയിം അല്ല. പിന്നെ ഈ 1 തന്നെ 1 കമ്പയർ ചെയ്തപ്പോൾ സെയിം ആയി, റിട്ടേൺ ട്രൂ കൊടുക്കും. അതുപോലെ ഇനി 2 ഇപ്പോൾ ശരിയല്ലെങ്കിൽ പിന്നെ 2 3 കമ്പയർ ചെയ്യും, റിട്ടേൺ ഫാൾസ് കൊടുക്കും. പിന്നെ 2 1 കമ്പയർ ചെയ്യും, പിന്നെ 3 തൊട്ട് തുടങ്ങും, 3 1 കമ്പയർ ചെയ്യും, പിന്നെ 1. അങ്ങനെ ഓരോ എലമെൻറ്റും കമ്പയർ ചെയ്ത് പോകും. ഇപ്പോൾ ഈ ഒരു എലമെൻറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എലമെൻറ്റ് അടുത്തത് കമ്പയർ ചെയ്യും, പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇതാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് പറയുന്നത്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n²) ആണ്. O(n²) ആണ്. n എലമെൻറ്റ്, അതായത് n എലമെൻറ്റ് കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ നമ്പരും അതിൻ്റെ n എലമെൻറ്റ് വരെ പോകും. അതായത് ഈ n എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ ലെങ്ത് ആണ്, അത്രയും കമ്പയർ ചെയ്തു. അതിനാണ് n². O(n) ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഇതിന് സ്പേസ് കോംപ്ലക്സിറ്റി ഇല്ല, നമ്മൾ പ്രത്യേകം സ്പേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി O(n) ആണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. 2 പോയിൻ്റർ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം അതിൽ നമുക്കൊരു അറേ തന്നിട്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ 1 9 7 6 2 6 3 4. ഇതിനെ ഡിസെൻഡിങ് ഓർഡർ രീതിയിൽ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യുമ്പം 1 2 3 4 6 6 7 9 അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തതിന് ശേഷം ഓരോ 2 എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് കൊടുക്കുക. 2 പോയിൻ്റർ ഉണ്ട്, 2 പോയിൻ്റ്, അതാണ് 2 പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിൻ്റർ 2 എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പം 1ഉം 2ഉം കമ്പയർ ചെയ്തു, സെയിം അല്ല. അപ്പം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് 3നും 4ലോട്ട് ഈ പോയിൻ്റർ വരും. അപ്പം ഈ 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യും, 3ഉം 4ഉം കമ്പയർ ചെയ്താൽ അതും സെയിം അല്ല. പിന്നെ ഈ 2 പോയിൻ്ററും കൂടെ അടുത്ത നെക്സ്റ്റ് രണ്ട് എലമെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഇത് രണ്ടും സെയിം ആണ്, റിട്ടേൺ ട്രൂ കൊടുക്കും. അപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ചാൽ O(log(n) ആണ്. ഇതിൻ്റെ O(log(n) ആണ്. പിന്നെ ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി O(1) തന്നെയാണ്, പ്രത്യേകം സ്പേസ് ഒന്നും വരുന്നില്ല. അടുത്ത ഒരു മെത്തേഡാണ് ഹാഷ് സെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഇത് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ എലമെൻ്റ് എന്താണ്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. ഇതാണ് നമ്മളുടെ ഹാഷ് സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ 1 എടുത്തുകൊണ്ട് വന്ന് ഈ ഹാഷ് സെറ്റിൽ നോക്കാൻ നേരത്ത് ഇവിടെ ഈ എലമെൻ്റ് ഉണ്ടാകുന്നു നോക്കും. അപ്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിവിടെ തന്നെ വയ്ക്കും. ഈ അറേ ഫ്രീ ആണ്, ഇതിനകത്തൊന്നുമില്ല, ഈ 1 ഇല്ല. പിന്നെ ഈ 2 കൊണ്ടുവന്ന് നോക്കും, 2 ഈ ഹാഷിനകത്ത് ഉണ്ടാകുന്ന നോക്കും, 2-നകത്തില്ല. അപ്പം 2 ഇവിടെ കൊണ്ട് വയ്ക്കും. ഇനി ഈ 3 കൊണ്ടുവന്ന് ഇതിനകത്ത് ഉണ്ടാകുന്ന നോക്കും, 3യും ഇല്ല, 3 ഇവിടെ വയ്ക്കും. പിന്നെ ഈ 1 കൊണ്ടുവന്ന് ഇതിനകത്ത് ഉണ്ടാകുന്ന നോക്കും, 1 ഉണ്ട്. അപ്പം റിട്ടേൺ ട്രൂ കൊടുക്കും. 1 ഇതിൽ വയ്ക്കത്തില്ല, റിട്ടേൺ ട്രൂ കൊടുക്കും. 1 ഇതിനകത്തുണ്ട്, അപ്പം റിട്ടേൺ ട്രൂ കൊടുക്കും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ഹാഷ് സെറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് പോണത്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്, സ്പേസ് കോംപ്ലക്സിറ്റിയും O(n) ആണ്. ഇതിൽ ഏറ്റവും ടൈം ഫാസ്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഹാഷ് സെറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇത് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ബാക്കി രണ്ടും നല്ല ടൈം എടുക്കുന്നുണ്ട്, ഇതും ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പം അത് വെച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതെന്തുവാണെന്ന് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നതാണ്. നമുക്ക് നമ്മളുടെ അറയിലുള്ള എലമെൻറ്റ്
ഹാഷ് സെറ്റിലോട്ട് കൊണ്ടുവരാൻ നേരത്ത് അവിടെ ഈ എലമെൻറ്റ് ഉണ്ടാകുന്ന നോക്കും. എലമെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ തന്നെ വയ്ക്കും. അടുത്ത ഓരോ എലമെൻറ്റും കൊണ്ടുവന്നത് ഇതിനകത്ത് ഉണ്ടാകുന്ന നോക്കും. ഉണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കും, ഇല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഇനി പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ജാവയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഹാഷ് ടെസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ഹാഷ് ഇൻറ്റിജർ ആണ്. ഫോർ ലൂപ്പിൽ ഓരോ എലമെന്റും ചെക്ക് ചെയ്യാം. ഫോർ ഇൻറ്റ് nums ഇനി ഓരോ എലമെന്റ് ചെക്ക് ചെയ്യാം. ഈ ഹാഷ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഓരോ എലമെന്റും അതിൽ കൊണ്ട് ആഡ് ചെയ്യും, നോക്കും ഉണ്ടോന്ന് നോക്കും. എന്നിട്ട് റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കും, ഇല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് കൊടുക്കും. സെറ്റിനകത്ത് ഡോട്ട് കണ്ടെയ്ൻസ്, അതിനകത്ത് ഉണ്ടാന്ന് നോക്കണം. കണ്ടെയ്ൻസ് നം, നമ്മളുടെ നം അതിലുണ്ടാന്ന് നോക്കണം. നം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ നംസ് ആണ്. ഈ നംസിൻ നം ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഈ നംസ് ഇവിടെ എത്തും, ഇവിടെ വരും. ഈ ഒരു അറയിലാണ് നോക്കുന്നത്. ഫസ്റ്റ് 1 ഉണ്ടാന്ന് നോക്കും, 1 ഇല്ല. 2 ഉണ്ടാന്ന് നോക്കും, 2 ഇല്ല. 3 ഉണ്ടാന്ന് നോക്കും, 3 ഇല്ല. 9 ഇപ്പം ഞാൻ ഇവിടെ 9 1 ഉണ്ടാന്ന് നോക്കും, ഇവിടെ 1 ഉണ്ട്. റിട്ടേൺ ട്രൂ കൊടുക്കും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അല്ലെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കും, ഉണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ, ഇല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് കൊടുക്കണം. ഫോർ ലൂപ്പിന്റെ വെളിയിൽ റിട്ടേൺ ഫോൾസ്, ഇല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇല്ലെങ്കിൽ സെറ്റ് ഡോട്ട് ആഡ് നം. നമ്മളിപ്പോൾ ഓരോ നമ്പർ ഇല്ലെങ്കിൽ, ഇപ്പോൾ 1 ഫസ്റ്റ് കൊണ്ടുപോകാൻ നേരത്ത് 1 ഇല്ലല്ലോ, അപ്പം ഇത് ഫസ്റ്റ് ചെല്ലാൻ നേരത്ത് 1 ഇല്ല, അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യും. പിന്നെ 2 ഉണ്ടാകുന്ന നോക്കുമ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് 2 അതിനകത്ത് ആഡ് ചെയ്യും. സെറ്റിൽ ആഡ് ചെയ്ത് വെച്ചേക്കില്ലേ, സെറ്റിൽ ഇത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഈ നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലാണ് റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഈ പ്രോഗ്രാം മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൂ ആണ് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇപ്പോൾ 1 ആക്കിയാൽ 9 ആക്കിയാൽ 1 മാറ്റി റിട്ടേൺ ഫോൾസ് എന്ന് കാണിക്കും. ഇഫ് 1 ഈസ് സജക്ഷൻസ് നമ്മൾ തെറ്റിക്കുന്നതിനകത്ത് കുറേ. ഈ റെപ്ലിറ്റിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. സജക്ഷൻസ് ഇങ്ങനെ അറിയാം. അതാ ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപകാരമാണ്. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ ഉപകാരമാണ്. ചില സമയത്ത് ഇത് വളരെ ഒരു ബഹുമാനം ഇല്ലാതെ പെട്ടെന്ന് കയറി കാണിച്ചുകൊണ്ടിരിക്കും. ഈ സജക്ഷൻസ് എടുത്തിട്ട ഇത് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല. ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാനും ഒരു കോഡ് എഡിറ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ജാവ എല്ലാം ഉണ്ട്. സജക്ഷൻസ് ഒക്കെ വരും, ഇങ്ങനെ സജക്ഷൻസ് വരത്തില്ല. അപ്പം എല്ലാവരും അതൊന്ന് യൂസ് ചെയ്യുക. ഞാനത് ഫ്രീ ക്ലാസ്സസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ള ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ജാവയിലാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ലാംഗ്വേജ്. ഫസ്റ്റ് നമ്മൾ സി ചെയ്തു, ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം നമ്മൾ പൈതണിൽ ചെയ്തു. തേർഡ് പ്രോബ്ലം നമ്മൾ ജാവയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി പൈതണിലായിരിക്കുമെന്ന്. ഇത് ജാവയിലാണിപ്പോൾ. ജാവയിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാവയിലാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. പൈതണിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജാവയിൽ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റിനായിട്ട് ഇപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇപ്പോൾ ജാവ തന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ജാവ തന്നെ വെച്ച് എല്ലാം ചെയ്യുന്ന ജാവ ഒന്ന് സെറ്റാക്കണം. ഫുൾ സെറ്റ് ജാവ അത്യാവശ്യം ഞാൻ പണ്ട് ജാവ FX ജാവ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജാവ ഇടയ്ക്ക് കുറേ നാളിങ്ങനെ യൂസ് ചെയ്താതിരുന്ന് പിന്നെ ഇപ്പോഴാണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ജാവയുടെയാണ്. അത് പഠിച്ചുകൊണ്ട് അതൊരു പ്രൊജക്റ്റ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഈ ജാവയിലെത്തി അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ജാവയിലൊക്കെ ആയിരിക്കും. സ്പ്രിംഗ് എല്ലാവരും നോക്കണം, നല്ലൊരു സാധനമാണ്. സ്പ്രിങ്ങിന് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വലിയ വലിയ കമ്പനീസ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ എന്നീ കമ്പനികളൊക്കെ നല്ലൊരു സാലറി പാക്കേജ് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു
ഇതാണ് നല്ല കണക്ക് അതിൻ്റെ ഒരു മെയിനിലോട്ട് എത്തണം, എന്നാലേ പറ്റത്തുള്ളൂ. സ്പ്രിങ് സൂപ്പറാണ്. പഠിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അതിന് മൈക്രോ സർവീസസ് ഒക്കെ വളരെ മൈക്രോ സർവീസസ് ഉണ്ട് സ്പ്രിങ്. അപ്പം മൈക്രോ സർവീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റ്, ഇപ്പം ഒരു പാർട്ട്, ഇപ്പോൾ ഒരു ലോഗിൻ പേജ് ഒരു പാർട്ടാക്കി ഒരു വെബ്സൈറ്റിൽ നോക്കിയാൽ ലോഗിൻ പേജ് ഒരു പാർട്ട്, അതിൻ്റെ ഡാഷ്ബോർഡ് ഒരു പാർട്ട്, അതിൻ്റെ ഹോം പേജ് ഒരു പാർട്ട്, ഇങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റ് അതിൻ്റെ ഓരോന്നും ചെറിയ 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 പാർട്ടാക്കിയിട്ട് അവസാനം എല്ലാം കൂടെ ഒരു മെയിൻ സാധനത്തിൽ നിന്ന് ഒന്നിപ്പിക്കുക. അതാണ് മൈക്രോ സർവീസസ് എന്ന് പറയുന്നത്. മൈക്രോ സർവീസ് എന്താണെന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിൽ സ്വത്തായിട്ട് പഠിക്കാം. ഇപ്പം സ്പ്രിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് ഒന്നും യൂട്യൂബിൽ അങ്ങനെ വലുതായിട്ടില്ല. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടും. ഞാനിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിലാണ്, അതാണ് ഇപ്പം വീഡിയോ ഒന്നും കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റാത്തത്. ഒരു പ്രൊജക്റ്റിൻ്റെ തിരക്കിലും അതും ഇതുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ലീഡ് കോഡും കൂടെ ചെയ്തിടും. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കണ്ട. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. ഓക്കെ, ബൈ.